ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടലമാവ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബർഫിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബേസൻ ബർഫിയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ബർഫി സെറ്റ് ചെയ്യാനുള്ള ട്രേ ഒന്ന് റെഡിയാക്കി വെക്കണം. അതിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം അതിനകത്തൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ട്രേ ആണ്. ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബർഫി സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ബർഫി ഉണ്ടാക്കാൻ എടുക്കുന്ന ഈ പാത്രം നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം. അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അതാണ് നല്ലതും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതിൽ ചെറിയ കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ കട്ട ഉണ്ടാവും, അത് സാരമില്ല, നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ കടലമാവ് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിലിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ അതിൽ നിന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കടലമാവ് നല്ല പേസ്റ്റ് പരുവായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഈ ബർഫി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, ഒരുപാട് സമയവും എടുക്കില്ല. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചൂടിൽ തന്നെ പഞ്ചസാര ഉരുകാനായിട്ട് തുടങ്ങും. ഇത് കൈ വിടാതെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമായിട്ട് വരും. നമുക്ക് ബർഫി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആവും. അന്നേരം തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ട്രേയിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പോൾ അത് ചൂടോടെ തന്നെ അത് മാറ്റണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. ഇനി ഇതൊരു സ്പൂൺ കൊണ്ടോ സ്പാച്ചില കൊണ്ടോ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ആക്കിയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്തായും ബദാമും ഒക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ബർഫി സെറ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ളതോ ആയിട്ടുള്ള ട്രേ എടുക്കുന്നതാണ് നല്ലത്. നമുക്കിത് സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു സ്പാച്ചില കൊണ്ട് ഈ നട്ട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ ബർഫി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ എനിക്കൊരു 9 പീസാണ് കിട്ടിയത്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.